രാവിലെ ഏകദേശം ഒരു 6 മണി 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ മണാലിയിൽ നിന്ന് റിട്ടേൺ ഡൽഹിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോൾ ഉള്ളൊരു കാലാവസ്ഥയാണിത്. എൻ്റെ പൊന്നോ, എന്തൊരു തണുപ്പാണെന്നറിയാമോ! ഈ തണുപ്പും അതായത് മഞ്ഞും പൊല്യൂഷനും കൂടെ ചേർന്നിട്ടാണ് ഇങ്ങനെ. നമ്മൾ ഡൽഹിയിൽ വന്ന് ഇറങ്ങിയ അന്നത്തെ ദിവസം ന്യൂസിലൊക്കെ നല്ല വെണ്ടക്ക അക്ഷരത്തിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, ഡൽഹിയിൽ റെഡ് അലേർട്ട് ആണെന്നും പറഞ്ഞ്. നമുക്ക് നമ്മുടെ കസിൻ ബ്രദർ റൂമൊക്കെ ഓൾറെഡി ശരിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മെട്രോ പിടിച്ച് നേരെ റൂമിലെത്തി. നല്ലപോലെ ടയർഡായിരുന്നു. നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയിട്ട് 3 മണി 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയത്. രാവിലെ നമുക്ക് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മുടെ കസിൻ ബ്രദർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ നമ്മൾ അപ്പൂസ് ഹോട്ടലിലേക്കാണ് പോയത്. ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നല്ലോ. 4 പേര് നല്ലപോലെ വിശന്നിട്ടാട്ടോ ഇവിടെ വന്ന് കയറിയത്. ഇവരൊക്കെ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എനിക്ക് മീൽസാണ് കേട്ടോ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഏതെങ്കിലും മാർക്കറ്റിൽ പോകാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. പക്ഷേ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയപ്പോൾ പിന്നെ നമ്മൾ ആ പ്ലാൻ മാറ്റി വെച്ചു. അപ്പോൾ ഇതിൻ്റെ ചോറും സാമ്പാറും മോരുകറിയും ബീട്രൂട്ട് ഉപ്പേരിയും അവിയലും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, എല്ലാം കൂടെ കൂട്ടി കഴിച്ചപ്പോഴത്തേക്കും ഒരു സ്വർഗം കിട്ടിയ ഫീലായിരുന്നു. ഡൽഹി വന്നപ്പോൾ തൊട്ട് നമ്മൾ ഇവിടെ നിന്നാണല്ലോ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ മിക്കവാറും മീൽസ് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കും കേട്ടോ. ചിലപ്പോൾ സമയം കഴിഞ്ഞ് പോകും, അല്ലെങ്കിൽ മീൽസ് തീർന്നു പോകും. ഇന്നാണ് എനിക്ക് മീൽസ് കിട്ടിയത്. അങ്ങനെ ഫുഡ് കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചിട്ട് നമ്മൾ നേരെ പെസഫിക് മാളിലോട്ടാണ് വന്നത്. വെറുതെ റൂമിൽ പോയിരുന്ന് ബോറടിക്കേണ്ടതെന്ന് ഓർത്തിട്ടാണ് നമ്മൾ ഇതേ മാളിലോട്ട് വന്നത്. ഇവിടെ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളി കുറേ ഷോ പീസ് ഉണ്ടായിരുന്നു. ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. 199 രൂപ ഉണ്ടായിരുന്നുള്ള അതിൻ്റെ റേറ്റ്. വീട് പണി കഴിഞ്ഞിട്ട് വേണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ സെറ്റ് ചെയ്യാൻ. പിന്നെ നേരെ നമ്മൾ മെക്ഡൊണാൾഡ്സിൽ കയറി. ഇവിടുത്തെ ഫുഡ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഇവിടെ കയറി കഴിക്കാൻ ഒരു ആഗ്രഹം. അപ്പം നമ്മൾ 4 പേരും. സിനാജ് മാത്രം വാട്ടർ മെലൻ്റെ എന്തോ ഒരു ഐറ്റം കേട്ടോ പറഞ്ഞത്. ഞങ്ങൾ 3 പേരും കോൾഡ് കോഫി റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ ഡ്രിങ്ക്സ് ആണ് പറഞ്ഞത്. സിനാജ് വാങ്ങിച്ചത് വൻ ഫ്ലോപ്പായിരുന്നു. പിന്നെ എനിക്ക് ബർഗറും വാങ്ങിച്ച്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ബർഗറിനോട് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല ഞാൻ. പക്ഷേ ഇവിടുത്തെ ട്രൈ ചെയ്ത് നോക്കാൻ തോന്നിയപ്പോൾ അങ്ങനെ കഴിച്ചതാണ്. സംഭവം എന്തായാലും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. തണുപ്പ് അൺസഹിക്കബിൾ ആയതുകൊണ്ട് ജാക്കറ്റ് എൻ്റെ കൂടപ്പിറപ്പ് പോലെ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് തിരിച്ച് റൂമിലെത്തി. അപ്പോൾ നാളെ ഒരു ദിവസം കൂടെ നമ്മൾ ഡൽഹിയിലുണ്ടാവും. എന്നിട്ട് നമ്മൾ നേരെ ആഗ്ര പോവും.